നേരത്തെ നമ്മൾ ജയലക്ഷ്മി തിരുവനന്തപുരത്തെ മഴയെക്കുറിച്ച് പറഞ്ഞുള്ളൂ. വെള്ളക്കെട്ടില്ല എന്നാണ് ഹരി പറഞ്ഞത്. കുറച്ചേരം മഴ പെയ്തപ്പോഴേക്കും വെള്ളക്കെട്ടായി. രാഹുൽ ജീനാഥുണ്ട്. രാഹുൽ, പതിവ് പോലെ വഞ്ചൂരിൽ വെള്ളം കയറിയിട്ടുണ്ടല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതാണ്ട് 2 ആഴ്ച മുൻപ് ഈ മഴ ഇതുപോലെ മഴ പെയ്തപ്പോൾ വഞ്ചിയൂർ വന്നതാണ്. അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും ദൃശ്യങ്ങൾ കാണാം. പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക്, അതായത് വഞ്ചിയൂർ കോടതിയുടെ മുൻഭാഗത്ത് നിന്ന് പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഈ ദൃശ്യങ്ങൾ, അതായത് തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാം, ഈ ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് വളരെ പ്രയാസമുള്ളത്. ആ ഓട്ടോ തള്ളി നീക്കുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ കാറിന്റെ ഈ ടയർ മുഴുവൻ മുങ്ങുന്ന തരത്തിലേക്ക് വെള്ളം ഇവിടെ കെട്ടുന്നുണ്ട്, ഇപ്പോഴും കെട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 1 മണിക്കൂർ കഴിയുമ്പോൾ മഴ ശമിക്കുകയാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതൊരു വലിയ പ്രശ്നമായി വഞ്ചിയൂർ തുടരുകയാണ്. ചാക്കയിലും ഒക്കെ ഇതേ സമാനമായ സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. മലയോര മേഖലയിൽ, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മലയോര മേഖലയിലും വലിയ മഴയും ഇടിമിന്നലും ഉണ്ട്. എന്തായാലും ഇപ്പോൾ അലർട്ടുകൾ മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ റെഡ് അലർട്ട് 3 മണിക്കൂറത്തേക്ക് മാത്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ അലർട്ടാണ്. കാരണം നേരത്തെ വന്ന അലർട്ടുകളിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളില്ലായിരുന്നു. ഇപ്പോഴിതാ ശക്തമായ മഴ, 4 മണി മുതൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരുന്ന ഘട്ടത്തിലാണ്. ഇപ്പോൾ 3 മണിക്കൂർ ഇത്തരത്തിൽ തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടിമിന്നലുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് ഇവിടെ പെയ്യുന്നത്. ഇത് കാണാം. കാരണം എപ്പോൾ മഴ പെയ്താലും ഇത്തരത്തിൽ ശക്തമായി 1 മണിക്കൂറിലധികം മഴ പെയ്താൽ വഞ്ചിയൂരിലെ അവസ്ഥ ഇത് തന്നെയാണ്. ആളുകൾ നടന്നു പോകുന്നു, സൈക്കിളിൽ ആളുകൾ വരുന്നു. കാരണം ഏത് വഴി പോകണമെന്ന് നിശ്ചയിക്കാൻ പോലും കഴിയാത്തത്ര ബുദ്ധിമുട്ടിലാണ് ഇരുചക്ര വാഹന യാത്രക്കാർ പോകുന്നത്. ദിവിഷ്, ശരി, ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വഞ്ചൂരിൽ കാണുന്നതാണ്. പ്രത്യേകിച്ചും സ്മാർട്ട് റോഡ് ചെന്ന് അവസാനിക്കുന്ന ഇടമാണ്. ഈ സ്മാർട്ട് റോഡിൻ്റെ ഭാഗമായിട്ട് വലിയ കാനകളൊക്കെ തീർത്തിരുന്നു. പക്ഷേ അതൊക്കെ അതിൻ്റെ കണക്ഷനൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ പണികളൊക്കെ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈതമുക്ക് തൊട്ടപ്പുറത്ത് കൈതമുക്കിലൊക്കെ കാനയുടെ നിർമ്മാണമൊക്കെ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. മഴയാണ് തകർത്ത് പെയ്യുകയും ചെയ്യുന്നു. ഇതാണ് വഞ്ചൂർ കോടതിക്ക് മുന്നിലുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ, എത്ര ദിവസം ഈ മഴയുണ്ടാകും? എന്താണ് മുന്നറിയിപ്പ്? 4 മണിക്ക് പുറത്തിറങ്ങിയ മുന്നറിയിപ്പിൽ ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പുകൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചില്ലായിരുന്നു. അത് മാത്രമല്ല, 6-ാം തീയതി വരെയുള്ള മുന്നറിയിപ്പുകളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഗ്രീൻ അലർട്ട് മാത്രമാണ് എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് 3 മണിക്കൂറത്തേക്ക് മാത്രം ഇത്തരത്തിൽ അതിശക്തമായ മഴയുണ്ടാകും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും ഞാൻ സൂചിപ്പിച്ച ജില്ലകളിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും 3 മണിക്കൂറത്തേക്കുള്ള മുന്നറിയിപ്പാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ കാര്യം കൃത്യമായി ഒരു മുന്നറിയിപ്പ് നമുക്ക് ലഭിക്കുന്നില്ല. എന്നാലും ഇന്ന് 3 മണിക്കൂർ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ ഉണ്ടാകും. ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ അമ്പൂരി ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. എന്തായാലും ഈ മഴ 3 മണിക്കൂർ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത്. എന്തായാലും ജാഗ്രത പാലിക്കണം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ നമുക്കെല്ലാം അറിയാം. കാരണം ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ വേനൽ മഴ ഉണ്ടായിരുന്നു. അത് 1 മണിക്കൂറിന് താഴെ പെയ്യുകയും പിന്നീട് മഴ പോവുകയും ചെയ്തു. പക്ഷേ ഇന്ന് ആ സാഹചര്യമല്ല. 4 മണി മുതൽ അതിശക്തമായ മഴയാണ്. ഇടിമിന്നലുണ്ട്. ഇടിമിന്നൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഏതായാലും ആ ഘട്ടത്തിലാണ് ഇപ്പോൾ 3 മണിക്കൂറത്തേക്ക് റെഡ് അലർട്ട് വന്നിരിക്കുന്നത്.